ഇന്നത്തെ ശുഭചിന്തയിലേക്ക് എവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു കാക്ക നദീതീരത്തുള്ള മരക്കൊമ്പിൽ കാഴ്ചകൾ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നദിയിൽ കൂടി ഒരു അരയന്നം കടന്നു വരുന്നു. സുന്ദരിയായ അരയന്നത്തെ കണ്ടപ്പോൾ കാക്കയ്ക്ക് സ്വന്തം രൂപത്തെക്കുറിച്ച് വളരെയധികം വിഷമം തോന്നി. അവൻ മരക്കൊമ്പിലിരുന്ന് കരയുവാൻ തുടങ്ങി. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരു സന്യാസി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാക്കയുടെ കരച്ചിൽ കേട്ട് സന്യാസി കാക്കയോട് ചോദിച്ചു, "നീ എന്തിനാണ് കരയുന്നത്?" കാക്ക സന്യാസിയുടെ അരികെ വന്നിരുന്ന് തൻ്റെ സങ്കടങ്ങളെല്ലാം പറയാൻ തുടങ്ങി. "ഗുരു, ആ നദിയിലേക്കൊന്ന് നോക്കൂ. മനോഹരമായ അരയന്നത്തെ കണ്ടോ? എന്തൊരു ഭംഗിയാണ് അതിനെ കാണുവാൻ. അതിൻ്റെ തൂവെള്ള നിറം കണ്ടോ? എന്നാൽ എൻ്റെ ഈ കറുത്ത നിറവും ഒന്നിനും കൊള്ളാത്ത എൻ്റെ രൂപവും പരുപരുത്തൻ്റെ ശബ്ദവും കൊണ്ട് ആർക്കും എന്നെ ഇഷ്ടമല്ല. എനിക്ക് ആരും ഭക്ഷണം പോലും തരികയില്ല. എല്ലാവരും എന്നെ ആട്ടി ഓടിക്കും." ഇത് കേട്ട് സന്യാസി പറഞ്ഞു, "നീ അരയന്നത്തെ അവിടെ ചെന്ന് ചോദിക്ക്, അത് സംതൃപ്തിയോടാണോ ജീവിക്കുന്നതെന്ന്. എന്നിട്ട് അത് സംതൃപ്തിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ എൻ്റെ മന്ത്രശക്തി കൊണ്ട് നിന്നെയും ഞാനൊരു അരയന്നമാക്കാം." കാക്ക സമ്മതിച്ചു. അതുടനെ അരയന്നത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിനോട് പറഞ്ഞു, "അല്ലയോ അരയന്നം, എന്ത് ഭംഗിയാണ് നിന്നെ കാണുവാൻ. നീ ആയിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കുന്നതല്ലേ?" ഉടനെ അരയന്നം പറഞ്ഞു. അടുത്ത മരക്കൊമ്പിലിരിക്കുന്ന ഒരു തത്തയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, "നോക്കൂ, ആ തത്തയെ കണ്ടോ? എന്ത് മനോഹരമായ വർണ്ണങ്ങളാണ് അതിനെ കണ്ടതു മുതൽ ഈ ഒറ്റ നിറം മാത്രമുള്ള എൻ്റെ രൂപത്തോട് എനിക്ക് അവജ്ഞ തോന്നി. പിന്നെ എന്തോ സന്തോഷമാണ്." ഉടനെ കാക്ക തത്തയുടെ അടുത്തെത്തി. തത്തയോട് അരയന്നത്തോട് ചോദിച്ച് അതേ ചോദ്യം ചോദിച്ചു. ഉടൻ തത്ത പറഞ്ഞു, "ഞാൻ സന്തോഷവാനൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരു മയിലിനെ കണ്ടപ്പോൾ മുതൽ എൻ്റെ സന്തോഷമൊക്കെ പോയി. എനിക്കൊരു മയിലായാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശയോടെ കഴിയുകയാണ് ഞാൻ." ഉടനെ കാക്ക അടുത്തുള്ളൊരു മൃഗശാലയിൽ പോയി അവിടെ ഒരു കൂട്ടിൽ ഒരു മയിലിനെ ഇട്ടിരിക്കുന്ന കണ്ടു. അനേകം ആളുകൾ വന്നതിനെ കണ്ടു നിൽക്കുന്നുണ്ട്. ആളുകൾ പോയപ്പോൾ കാക്ക മയിലിനോട് ചോദിച്ചു, "നീ എന്തു ഭാഗ്യവാനാ, എത്ര പേരാ നിന്നെ കാണാൻ വരുന്നതെന്ന്. സന്തോഷമായിട്ടാണോ നീ ജീവിക്കുന്നത്?" ഉടനെ മയിൽ പറഞ്ഞു, "ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഈ കൂട്ടിൽ കിടക്കുന്നതാണോ സന്തോഷം? ഈ മൃഗശാലയിൽ എല്ലാത്തരം പക്ഷികളെയും പിടിച്ച് ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, ഒരു കാക്കയായാൽ മതിയായിരുന്നെന്ന്. സന്തോഷമായിട്ട് എല്ലായിടത്തും സ്വാതന്ത്ര്യമായി പറന്നു നടക്കാമായിരുന്നല്ലോ." അങ്ങനെ കാക്ക ഒരു പാഠം പഠിച്ചു. അവന് വലിയ രൂപഭംഗിയൊന്നുമില്ല, എന്നാലും ഭാഗ്യമായി പോയല്ലോ, സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാമല്ലോ എന്നവൻ ചിന്തിച്ചു. എന്താണ് ഈ ചെറിയ കഥയിൽ നമുക്ക് പഠിക്കുവാനുള്ളത്? എല്ലാ സൃഷ്ടികൾക്കും ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം രൂപഭംഗിയും കഴിവുകളും നൽകിയിട്ടുണ്ട്. അതിൽ നാം തൃപ്തരായി തന്നെ ആയിരിക്കണം ജീവിക്കുന്നത്. എല്ലാം തികഞ്ഞവരായി ആരുമില്ല, ഒന്നുമില്ലാത്തവരുമായി ആരുമില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകളെ വിനിയോഗിച്ച് സംതൃപ്തിയോടെ ജീവിക്കുന്നവനാണ് ബുദ്ധിമാൻ. സംതൃപ്തമായൊരു ജീവിതം നയിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നാം നട്ടിരിക്കുന്നിടത്ത് തന്നെ പുഷ്പിക്കണം. അതായത് അക്കരെ പച്ച കാണരുത്, ഇക്കരെ തന്നെയാണ് പച്ചയെന്ന് വിശ്വസിക്കണം. രണ്ടാമത്, മാറ്റാൻ പറ്റാത്തവയെ അംഗീകരിക്കാൻ പഠിക്കണം. യാഥാർത്ഥ്യങ്ങളുടെ മേൽ നമുക്ക് നിയന്ത്രണമില്ലല്ലോ. നമുക്ക് ചുറ്റുപാടുകളിലേക്ക് നോക്കാതെ നമ്മിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കിട്ടിയിരിക്കുന്ന താലന്തുകളെ വികസിപ്പിച്ച് സമൂഹത്തിന് മറ്റുള്ളവർക്കും നന്മ ചെയ്തുകൊണ്ട് സംതൃപ്തമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.